എന്തായാലും അവൻ സംസാരിച്ചല്ലോ. ഐസിയിൽ കയറി എന്റെ ഗൗതമിനെ ഒന്ന് കണ്ടാൽ എനിക്ക് സമാധാനാവൂ. മാഡം, ആശുപത്രിയിലേക്ക് ഞാനും കൂടി വന്നോട്ടെ? എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രണവ്, നീ വണ്ടി എടുക്ക. ഏട്ടനാണല്ലോ വിളിക്കുന്നത്. എന്താ ഏട്ടാ, ഗൗതമൻ എങ്ങനെയുണ്ട്? അവനിവിടെ ഉണ്ടെങ്കിലല്ലേ എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റൂ. എന്താ ഏട്ടാ, ഏട്ടത്തി എന്തിനാ കരയുന്നേ? കാര്യം എന്താന്ന് വെച്ചാ പറയേ. അത് പിന്നെ രാവിലെ നിധി നോക്കുമ്പോ അങ്ങനെ ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവൻ എങ്ങോട്ടോ പോയി വസു. എന്താ ഏട്ടാ ഇത്? ഗൗതം എവിടെ ഇറങ്ങിപ്പോയിന്ന്? അങ്ങനെയൊക്കെ ഇറങ്ങിപ്പോവാൻ പറ്റുമോ? ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഗൗതം ICUന്ന് ഇറങ്ങിപ്പോയെന്നും കാണാനില്ലെന്നും ഒക്കെ പറഞ്ഞാ എങ്ങനെ വിശ്വസിക്കുന്നേ? നിധി എങ്ങോട്ടെന്നില്ലാതെ അന്വേഷിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കാൻ ഞങ്ങളിവിടെ. ഏട്ടൻ ഫോൺ വെക്ക്, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങാം. ആശുപത്രിയിലും പരിസരത്തും ഒക്കെ അന്വേഷിക്കാം. എന്തോ എന്റെ കാര്യം? എടാ, ഒരു കത്തു എഴുതി വെച്ച് ഗൗതം ആശുപത്രിയിൽ നിന്ന് എങ്ങോട്ടൊന്നില്ലാതെ ഇറങ്ങിപ്പോയെന്ന്. രാവിലെ ചെന്ന് നോക്കുമ്പോ ഗൗതമിനെ കാണാനില്ലെന്നാ ഏട്ടൻ പറയുന്നേ. ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഓ, ഇനി എവിടെ പോയി അന്വേഷിക്കുന്നേ? അവനിനി എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കാണോ? നീ വന്നേ, നമുക്ക് 2 വഴിക്ക് പോവാം. ആശുപത്രി പരിസരത്തും വഴിയിലൊക്കെ അന്വേഷിക്കാം. വാ, ചെല്. ഇപ്പൊ തൃപ്തിയായല്ലോ നിനക്ക്? നീ ആഗ്രഹിച്ച ഇടത്തേക്ക് തന്നെ കാര്യങ്ങളൊക്കെ എത്തിയല്ലോ. പക്ഷെ ഒന്ന് നീ ഓർത്തോ ശിവാനി, ഞാൻ തിരിച്ചു വരുന്നത് ഗൗതം ഇല്ലാതെ ആണെങ്കിൽ പിന്നെ നീ ഈ വീട്ടിലുണ്ടാവരുത്. ഈശ്വരമംഗലത്ത് നിന്ന് ഞാൻ എങ്ങും പോവില്ല. ഗൗതം തിരിച്ചു വരികയില്ല. മുഴുവൻ സ്വത്തുക്കൾക്കും ഇനി 2 അവകാശികളെ ഉള്ളൂ. ഒന്ന് ഞാനും, ഒന്ന് യാമിനിയും. യാമിനിക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്ത് കെട്ടിച്ചു വിടും. പിന്നെ ഞാൻ ഇവിടെ ഒരു വെലസു. പേടിയാവുന്നു ഗോപേട്ട. എന്റെ മോനെ ആവശ്യമില്ലാത്തതൊന്നും ചെയ്ത് കളയല്ലേ എന്റെ ദൈവമേ. വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കല്ലേ പാറു. എന്റെ ദേവി, എന്റെ മോനെ ഒന്ന് കണ്ണ് കാണിച്ചു തരണേ.
മോനാണ് ഗൗതം. ഏത് ചൂടിലും വാടാതെ തളരാതെ നിൽക്കുന്ന എന്റെ മോൻ. ആരുമില്ല എന്ന് നീ വിഷമിക്കണ്ട. നീ തോറ്റുപോയാൽ അത് ഞാൻ തോറ്റതിന് തുല്യമാണ്. നിനക്ക് ഞാനുണ്ട്. മോളെ, എന്താ നീ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ അവിടെ? വിശേഷം ഉണ്ടായോന്നോ? അമ്മയുടെ മോള് ഒരു വലിയ കോടീശ്വരിയാവാൻ പോവാ. കോടീശ്വരിയോ? എന്താ മോളെ, എല്ലാം നീ ഒന്ന് വിശദമായിട്ട് പറ, കേൾക്കാൻ കൊതിയായിട്ട് വയ്യ. അമ്മേ, വിശദീകരിക്കാനൊന്നും സമയമില്ല. എനിക്ക് വേഗം തിരിച്ചു പോണം. ഫോണിൽ പറയാൻ പറ്റാത്തോണ്ടാ ഞാൻ നേരിട്ട് പറയാന്ന് വിചാരിച്ചേ. ഈ നിമിഷം മുതല് ഞാനൊരു മൾട്ടി മില്യനെയർ അമ്മേ. എന്ന് വെച്ചാ? ഓ എന്റെ അമ്മ, കോടി കോടി കോടീശ്വരി. മനസ്സിലായ? തൽക്കാലം ഇപ്പൊ അത്രയും അറിഞ്ഞാ മതി. ഗൗതം ആശുപത്രിയിലായിന്നല്ലേ അമ്മ അറിഞ്ഞോളൂ. ഇനിയൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഞാൻ പറഞ്ഞുതരാം. അവനൊരു കത്ത് എഴുതി വെച്ചിട്ട് ആശുപത്രി കിടക്കുന്ന എങ്ങോട്ടൊന്നില്ലാതെ എഴുന്നേറ്റ് പോയി. അവൻ നാട് വിട്ടു പോയമ്മേ, കാണാനില്ലിപ്പോ. അയ്യോ, ഗൗതം നാട് വിട്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോ ആ നിധിയുടെ ആവശ്യം എന്താ അവിടെ? പുറത്താക്കണം മോളെ അവളെ അവിടുന്ന്. അതിന് ഞാനായിട്ട് മെനക്കെടേണ്ട ഒരു ആവശ്യമില്ലമ്മേ. ഗൗതമില്ലാത്ത വീട്ടിൽ നിധിക്ക് എന്തുണ്ട് സ്ഥാനം? അവിടെ ഉള്ളവര് തന്നെ അവളുടെ ചെവിക്ക് പിടിച്ച് വെളി കളയും. നിധിയും കൂടി പോയി കഴിഞ്ഞാ പിന്നെ അവിടെ അധികം പറ്റായിട്ടുള്ളത് യാമിനിയ. അവളുടെ സ്വഭാവം വച്ചിട്ട് അവളെനിക്കൊരു ബാധ്യതയൊന്നും ആവൂല. പിന്നെ ഞാൻ ആരാ? ഈശ്വരമംഗൽ എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ ഉടമ. അപ്പൊ അമ്മ ആരാ? ആരാ? കോടീശ്വരിയായ ശിവാനിയുടെ അമ്മ. ഓ, ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ അടിമുടി കുള്ളിരി കോരുവാ. ആ വീട്ടിൽ കിടന്ന ദിവസ ചെലവിന് പോലും നിന്റെ അച്ഛന്റെ മുന്നില് കൈ നീട്ടി മുരടിച്ച് നിൽക്കാടി ഞാൻ. അതിന്ന് ഒരു മോചനം എനിക്ക് വേണം. കുറച്ചുനാൾ ഈ ഈശ്വരമംഗലത്തൊരു ദുഃഖാചരണമൊക്കെ കാണും. ആ കണ്ണീരും പരിപാടിയൊക്കെ ഒന്ന് അവസാനിച്ചോട്ടെ. അമ്മയും കൊണ്ട് ഞാൻ ഈശ്വരമംഗലത്തേക്ക് അങ്ങ് പോവും. അത് അമ്മയുടെ വെറും വരവായിരിക്കില്ല, അത് ഒരു 1.5 വരവായിരിക്കും. സദ്യവട്ടൊക്കെ ഒരുക്കി ആഘോഷിക്കും ഞാൻ. അവിടെ കൊണ്ടുപോയി ഒരു രാജ്ഞിയെ പോലെ വാഴിക്കും ഞാൻ. മതി, അത്രയും മതിയടി. എനിക്ക് അവിടെ വന്ന ആ പാർവതിയും വസുന്ധരയും ഒന്ന് അടക്കി ഭരിക്കണം. എന്നെ കൊണ്ട് മാഡം ഒന്ന് വിളിപ്പിച്ച വസുന്ധരയില്ലേ, അവളെ കൊണ്ട് ഞാൻ എന്നെ മാഡം ഒന്ന് വിളിപ്പിക്കും. അമ്മേ, ഇവിടെ എവിടെയെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി നമുക്കൊരു ബിരിയാണി കഴിച്ചാലോ?